നമസ്കാരം. പുതിയ UDF സർക്കാർ അധികാരമേറ്റ് ഭരണരംഗത്ത് അഴിച്ചുപണികൾക്ക് തുടക്കമിട്ടതിന് തൊട്ടുപിന്നാലെ സംസ്ഥാനത്തെ IAS വൃത്തങ്ങളിലും ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും വൻ പുകിലുകൾക്ക് തിരികൊളുത്തി ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരെയുള്ള പുതിയ പെൻഷൻ വിവാദം. സർവീസിൽ നിന്നും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജയതിലകിന് ചട്ടങ്ങൾ മറികടന്ന് മുൻകൂർ പെൻഷൻ അനുവദിച്ച മുൻ സർക്കാരിന്റെ നടപടി റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പുതിയ സർക്കാരിന് മുന്നിലെത്തിയിരിക്കുന്നത്. ജയതിലകിനെതിരെ മുൻപും നിരവധി പരാതികൾ നിലവിലുണ്ടെന്നും അതെല്ലാം പുതിയ സർക്കാർ വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് സൂചന നൽകുന്നുണ്ടെങ്കിലും വിരമിക്കൽ ഘട്ടത്തിൽ കടുത്ത നടപടികളിലേക്ക് കടന്ന് ബ്യൂറോക്രസിയുമായി ഒരു പരസ്യ യുദ്ധത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗാണ് മുഖ്യമന്ത്രി VD സതീശന് ഇത് സംബന്ധിച്ച് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുന്ന ദിവസത്തിലോ അല്ലെങ്കിൽ അതിന് തൊട്ടു പിറ്റേന്നോ മാത്രമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിക്കാറുള്ളത്. എന്നാൽ ജയതിലകിന്റെ കാര്യത്തിൽ പുതിയ UDF സർക്കാർ തീരുമാനമെടുക്കേണ്ട വിഷയത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിന്റെ അവസാന നാളുകളിൽ മുൻകൂട്ടി ഇടപെടുകയും ജയതിലക് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പെൻഷൻ ആനുകൂല്യം അനുവദിച്ച് ഉത്തരവിറക്കുകയുമായിരുന്നു. ഈ നടപടി പ്രസ്തുത മാനദണ്ഡങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണെന്നും നിലവിലുള്ള ഭരണവ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതാണെന്നുമാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. പുതിയ സർക്കാർ അധികാരമേറ്റ് കൃത്യം ഒരു മാസം തികയുന്ന ഘട്ടത്തിലാണ് നിലവിലെ ചീഫ് സെക്രട്ടറി A. ജയതിലക് വിരമിക്കുന്നത്. ജയതിലകിനെതിരെ ചട്ടലംഘനങ്ങളുടെയും ഭരണപരമായ ക്രമക്കേടുകളുടെയും നിരവധി പരാതികൾ പുതിയ സർക്കാരിന്റെ മുന്നിലുണ്ടെന്നത് വസ്തുതയാണ്. എന്നാൽ വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെ പെൻഷൻ ഉത്തരവ് റദ്ദാക്കുന്നത് പോലുള്ള പെട്ടെന്നുള്ള കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് പോകാൻ മുഖ്യമന്ത്രി VD സതീശന് താല്പര്യമില്ലെന്നും സൂചനയുണ്ട്. വിരമിക്കൽ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടാക്കിയേക്കാവുന്ന ഭരണപരമായ പ്രതിസന്ധികളും നിയമപരമായ സങ്കീർണതകളും ഒഴിവാക്കാനാണ് സർക്കാർ താൽക്കാലികമായി ശ്രമിക്കുന്നത്. എങ്കിലും ജയതിലകിന് അനുവദിക്കപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അർഹതയുണ്ടോ എന്ന് വിരമിച്ച ശേഷവും പരിശോധിക്കാനുള്ള എല്ലാ പഴുതുകളും സർക്കാർ തുറന്നിടുന്നുണ്ട്. ഈ വിഷയത്തിൽ പുതിയ സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുള്ള ശക്തമായ ചേരിതിരിവാണ്. ജയതിലകിനെതിരെ IASകാരിലെ ഒരു പ്രമുഖ വിഭാഗം അതിശക്തമായ രംഗത്തുണ്ട്. മുൻ ഭരണകാലത്ത് തങ്ങളെ ഒതുക്കാനും വേട്ടയാടാനും ജയതിലക് അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ നിര ഉദ്യോഗസ്ഥർ പുതിയ ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി VD സതീശനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ചട്ടവിരുദ്ധമായി പെൻഷൻ ഓർഡർ വാങ്ങിയ നടപടിയിലൂടെ ജയതിലക് പുതിയ സർക്കാരിനെ പോലും വെല്ലുവിളിച്ചിരിക്കുകയാണെന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ പരാതി വെറുതെ തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ ബ്യൂറോക്രസിയിൽ പൂർണ്ണമായ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന VD സതീശന്റെ രാഷ്ട്രീയ നിലപാട് ഈ കേസിൽ നിർണായകമാകും. മുൻ സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന ജയതിലകിനോട് മൃദു സമീപനം കാണിച്ചാൽ അത് കോൺഗ്രസ് അനുകൂലികളായ ഉദ്യോഗസ്ഥർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന ഭയം സർക്കാരിനുണ്ട്. അതിനാൽ പരാതി തള്ളിക്കളയാതെ കൃത്യമായ ശാസ്ത്രീയ നിയമപരിശോധനയ്ക്ക് വിടാനായിരിക്കും മുഖ്യമന്ത്രിയുടെ തീരുമാനം. ജയതിലകിനെതിരെ നിലവിലുള്ള മറ്റ് വിജിലൻസ് പരാതികൾ കൂടി ഇതിനൊപ്പം പരിശോധിക്കപ്പെടുന്നതോടെ വിരമിച്ച ശേഷവും മുൻ ചീഫ് സെക്രട്ടറിക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കൈപ്പറ്റാൻ നിയമപരമായ കടമ്പകൾ ഏറെ കടക്കേണ്ടി വരും.